ചോര നീരാക്കി നമ്മൾ അടക്കുന്ന നികുതിപ്പണം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പഠിച്ച് പഠിച്ച് കണ്ണ് തള്ളി ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി തെരുവിൽ ഉരുണ്ടുമറിയുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥികളെ ഒരു വശത്ത് കാണാം. എന്നാൽ മറുവശത്ത് യാതൊരു പ്രത്യേക യോഗ്യതയുമില്ലാതെ പാർട്ടി ലവി പിരിക്കാൻ വേണ്ടി മാത്രം ചിലർക്ക് ലക്ഷങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ഒരു സംവിധാനമായി നമ്മുടെ PSC മാറുകയാണോ? കേൾക്കുമ്പോൾ ഞെട്ടൽ തോന്നും. പക്ഷേ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ യാഥാർത്ഥ്യം. ഈ കണക്കുകളിലേക്ക് ഒന്ന് നോക്കൂ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മാസശമ്പളം 2.80 ലക്ഷം രൂപയാണ്. നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശമ്പളം 1.85 ലക്ഷം. എന്നാൽ നമ്മുടെ കേരള PSC ചെയർമാന്റെ മൊത്തം ശമ്പളം എത്രയാണെന്ന് അറിയുമോ? 4.25 ലക്ഷം രൂപ. 2025 ഫെബ്രുവരിയിൽ പിണറായി സർക്കാർ നടത്തിയ വൻ ശമ്പള പരിഷ്കരണത്തോടെയാണ് ഈ തുക ഇത്രയും വലിയ തോതിൽ വർദ്ധിപ്പിച്ചത്. ഇത് മാത്രമല്ല ഇവരുടെ ആനുകൂല്യങ്ങൾ. ജില്ലാ ജഡ്ജിമാരുടെ ശമ്പള സ്കെയിലിനൊപ്പം 53% കേന്ദ്ര DA, 16% വീട്ടുവാടക, ഫസ്റ്റ് ക്ലാസ് യാത്രാപടി, ഒഫീഷ്യൽ കാറും വീടും, പേഴ്സണൽ അസിസ്റ്റന്റ്, ഡഫേദാർ, ഡ്രൈവർ, കൂടാതെ വിരമിച്ചാൽ ആജീവനാന്ത പെൻഷനും ആശ്രിതർക്ക് അടക്കം സൗജന്യ ചികിത്സയും. പ്രതിമാസം 83.7 ലക്ഷം രൂപയാണ് വെറും 21 അംഗങ്ങളുടെ ശമ്പളത്തിനായി മാത്രം നമ്മുടെ ഖജനാവിൽ നിന്ന് ചോരുന്നത്. ഇനി നമുക്ക് ഇതിന് രാജ്യത്തെ ഏറ്റവും വലിയ സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്ന UPSCയുമായി ഒന്ന് താരതമ്യം ചെയ്യാം. ജനസംഖ്യയിൽ കേരളം ഇന്ത്യയിൽ 13ാം സ്ഥാനത്താണ്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC അംഗങ്ങളുള്ളതും നമ്മുടെ കൊച്ചു കേരളത്തിൽ. 21 അംഗങ്ങളാണ് ഇവിടെയുള്ളത്. എന്നാൽ രാജ്യത്തെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുക്കുന്ന കേന്ദ്ര UPSCയിൽ ചെയർമാൻ ഉൾപ്പെടെ വെറും 7 പേർ മാത്രമാണുള്ളത്. അതിലും വലിയ തമാശ എന്തെന്നാൽ PSC അംഗമാകാൻ പ്രത്യേക യോഗ്യതയൊന്നും വേണ്ട എന്നതാണ്. പാർട്ടി പട്ടികയിൽ പേരുണ്ടായാൽ മാത്രം മതി. കൃത്യമായ രാഷ്ട്രീയ നിയമനങ്ങൾ. സാധാരണക്കാരായ LDC, കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിലുള്ള പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കാലാവധി നീട്ടാൻ വേണ്ടി തെരുവിൽ കരഞ്ഞു നിലവിളിച്ചപ്പോൾ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ KS നിയമനങ്ങളിലും സർവകലാശാലകളിലും സ്വന്തക്കാർക്കും പാർട്ടി നേതാക്കളുടെ ഭാര്യമാർക്കും പിൻവാതിൽ വഴി നിയമനം നൽകാൻ യാതൊരു മടിയുമില്ല. ഒരു വശത്ത് തുച്ഛമായ ശമ്പള വർധനവിന് വേണ്ടി ആശാ വർക്കർമാരും താൽക്കാലിക ജീവനക്കാരും സമരം ചെയ്യുമ്പോൾ മറുവശത്ത് യാതൊരു ഉളുപ്പുമില്ലാതെയാണ് ഈ രാഷ്ട്രീയ നിയമനക്കാർക്ക് ലക്ഷങ്ങൾ വാരിക്കൊരി നൽകുന്നത്. പ്രബുദ്ധ മലയാളി എന്ന് നമ്മൾ സ്വയം അലങ്കരിക്കുമ്പോഴും നമ്മുടെ കണ്ണിൽ പൊടിയിട്ട് നടക്കുന്ന ഈ വൻ നികുതിക്കൊള്ള നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അർഹതപ്പെട്ടവൻ തെരുവിൽ അലയുമ്പോൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവർ ഞാനും നിങ്ങളും കൊടുക്കുന്ന നമ്മുടെ നികുതിപ്പണം കൊള്ളയടിക്കുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതില്ല. പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ തലമുറക്ക് ഇവിടെ ജീവിക്കാൻ യോഗ്യതയില്ലാതെ വരും.